ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റുവലായിട്ട് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംസാരമാണ്. കോക്രോച്ച് എന്ന വാക്കും പാരസൈറ്റ് എന്ന വാക്കും അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. യുവജനങ്ങൾ കരുതിയത് അവരെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നതാണ്, അല്ലെ എല്ലാവരെയും ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. ഈ പാറ്റ ഉണ്ടാക്കിയ പ്രശ്നം ചില്ലറയല്ല. എന്താണ് ഈ പാറ്റ പാർട്ടി ഉണ്ടാക്കുന്ന വെല്ലുവിളി? എന്താണ്? നമ്മുടെ സൈബർ ലോകത്ത് ഒരു പരിഹാസം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയണ്ടേ ഗവൺമെന്റ്? അതറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം പ്രൊട്ടസ്റ്റുകളെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. രാഷ്ട്രീയ ബോധ്യമില്ലാത്തൊരു തലമുറ വളർന്നു വരുമ്പോൾ വരുന്നൊരു വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടതായി ഇത് മാറാനുള്ളൊരു സാധ്യതയില്ല. വളരെ വേഗത്തിൽ ഇതിന് സപ്പോർട്ട് കിട്ടി. എന്തുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കിട്ടി എന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇത് അറിയില്ല. ആ പോസ്റ്റ് ഇട്ട ആളാരാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് മുൻകാല ഇടപെടലുകൾ എന്താണ്, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാണ്. ഭാവനാസമ്പന്നമായ ലോകമാണ് സൈബർ ലോകം. സ്വാഭാവികമായും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ സൈബർ നിയമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? ഇതേക്കുറിച്ച് നമ്മോടിപ്പോൾ സംസാരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നിയമവിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ അനീഷ് വി പിള്ളയാണ്. അദ്ദേഹം സൈബർ നിയമങ്ങളിൽ കുറേ കൂടി ആഴത്തിൽ പഠിച്ച ഗവേഷണ ബിരുദമൊക്കെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറേ കൂടി ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ ഒരു ചർച്ചയായിരിക്കും ഇന്ന് അദ്ദേഹവുമായി നമുക്ക് നടത്താൻ സാധിക്കുക. നമസ്കാരം സാർ. നമസ്കാരം. ജനം ടി വിയിലേക്ക് സ്വാഗതം. താങ്ക് യു. കൂടുതൽ വളച്ചുകെട്ടില്ലാതെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കാലിക പ്രസക്തമായൊരു കാര്യം കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ഈ പാറ്റ ഉണ്ടാക്കിയ പ്രശ്നം ചില്ലറയല്ല. അത് വലിയ രീതിയിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് അധികം പ്രചരിപ്പിക്കരുത് എന്ന് നമ്മൾ സംസാരിച്ചതിന് അന്ന് തന്നെ അത് പ്രചരണം വല്ലാതെ രീതിയിൽ ലഭിക്കുകയും ചെയ്തു. എന്താണ് ഈ പാറ്റ പാർട്ടി ഉണ്ടാക്കുന്ന വെല്ലുവിളി? എന്താണ് ആ പാറ്റ പാർട്ടിയുടെ സാധ്യത? എന്താണ്, അല്ലെങ്കിൽ അത്തരമൊരു രീതികളുടെ സാധ്യത എങ്ങനെയാണ് സൈബർ നിയമലോകം കൈകാര്യം ചെയ്യുന്നത്? ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പരാമർശത്തിനെ തുടർന്ന് ഉണ്ടായൊരു റെസ്പോൺസായിട്ടാണ് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ആശയം തന്നെ മുന്നോട്ട് വരുന്നത്. ഇത് നമ്മുടെ സൈബർ ലോകത്ത് ഒരു പരിഹാസം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു പ്രൊട്ടസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഒരു പരാമർശം, ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റുവലായിട്ട് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംസാരമാണ്. അപ്പോൾ ആ ഒരു പരാമർശത്തിൽ കോക്രോച്ച് എന്ന വാക്കും പാരസൈറ്റ് എന്ന വാക്കും അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ കരുതിയത് അവരെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നതാണ്, അല്ലെ എല്ലാവരെയും ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പ്രതിഷേധമാണ്. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ സൈബർ ലോകത്ത് വളരെ പോസിറ്റീവായും എന്നാൽ അതിലുപരി നെഗറ്റീവുമായും മാറാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ കൺവെൻഷണലായിട്ടുള്ള പ്രതിഷേധ രീതികളിൽ നിന്ന് മാറി സൈബർ ലോകത്ത് ആൾക്കാരെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കഴിയും. പ്രത്യേകിച്ച് ഈ ജെൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ജനറേഷനിൽപ്പെട്ട ആൾക്കാർ എപ്പോഴും സൈബർ വേൾഡുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. കാരണം അവർ ജനിച്ച് വളർന്നത് ഈ സൈബർ ലോകത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ വളരെയേറെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് സൈബർ വേൾഡ്. അപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, അതിൽ എന്തൊക്കെ ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ഒക്കെ മനസ്സിലാക്കാൻ പലപ്പോഴും പരാജയപ്പെടും. ഇപ്പം ഈ പരാമർശം തന്നെ എടുത്തു നോക്കിയാൽ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ലീഗൽ പ്രൊഫഷനിൽ ഉണ്ടായ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവണതയെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു അത്. പക്ഷേ ആ പരാമർശത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് സോഷ്യൽ മീഡിയയിൽ വരികയും ഇതിന് കിട്ടിയ ഒരു സപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മില്യൺ സപ്പോർട്ടാണ് കിട്ടുന്നത്. വളരെ വേഗത്തിൽ ഇതിന് സപ്പോർട്ട് കിട്ടി. എന്തുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കിട്ടി എന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇത് അറിയില്ല. എന്തായിരുന്നു ഈ പരാമർശമെന്ന് പോലും മനസ്സിലാക്കാതെ കണ്ട് അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ കൊണ്ടാണ് പലരും ഇതിൽ ഭാഗമായത്. പിന്നെ മറ്റു പലരും ഇതിൽ ഭാഗമായത് ഒരു കൗതുകത്തിനാണ്.
ജെൻസി ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനെ പറ്റി ആരോ എന്തോ പറഞ്ഞു എന്ന് നമ്മളും അതിൻ്റെ ഭാഗവാക്കായേക്കാം എന്നുള്ള കൗതുകത്തിൻ്റെ പുറത്ത് കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു റെസ്പോൺസീവായിട്ടുള്ള ജനതയുണ്ട് എന്ന്, അല്ലെങ്കിൽ യുവജനങ്ങൾ റെസ്പോൺസീവ് ആകും എന്ന് നമ്മുടെ ബന്ധപ്പെട്ട അധികാരസ്ഥാനത്തിരിക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. കാരണം നമ്മൾ പഴയ കാലത്ത് നിന്നും പുതിയ കാലത്തിലേക്ക് സൈബർ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ ഭാഗമായിട്ടൊരു ട്രാൻസിഷന് വരുമ്പം നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളാണ് ഈ പറയുന്ന പുതിയ ജനറേഷൻ ആഗ്രഹിക്കുന്നത്. അത്തരം മാറ്റങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ വാചകങ്ങളും നമ്മുടെ വാക്കുകളും ഒക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജനത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനറേഷൻ വളരെ കൃത്യമായി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരും ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെയുള്ള പൊതുസമൂഹവും ഡിജിറ്റൽ വേൾഡിലെ ഇടപെടലുകളിലുള്ള പരമ്പരാഗതമായ ചിന്താഗതികൾ മാറ്റിവെച്ച് വളരെ നല്ല രീതിയിൽ ഫലപ്രദമായി ഈ ജനറേഷനെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടാനായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. എന്നാൽ ഈ പ്ലസ് പോയിന്റിനേക്കാൾ ഉപരി ഇതിനൊരു വലിയ ദൂഷ്യവശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു ഇതിന് കിട്ടിയ ഒരു സപ്പോർട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിൻ്റെ വ്യാപ്തി എന്താണെന്നോ അറിയാതെ കണ്ടും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടുമാണ് നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനകത്തിലേക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ ഇതിൽ സംഭവിക്കാവുന്നൊരു പ്രശ്നം, എപ്പോഴാണ് ഒരു മാസ് ക്യാമ്പയിൻ നടക്കുന്നത് അതൊരു പ്രൊട്ടസ്റ്റായിട്ട് മാറുകയാണ് എങ്കിൽ അതിനൊരു ലക്ഷ്യങ്ങൾ വേണം. ഇപ്പം നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ അജണ്ട എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആവശ്യകത എന്താണ്? അവർ പറഞ്ഞിരിക്കുന്ന ആവശ്യകതയും ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന പ്രശ്നങ്ങളും തമ്മിൽ നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഒരു തമാശയ്ക്ക് ഞാനും കയറി നോക്കി എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ജഡ്ജസ് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യരുത് എന്നാണ്. പിന്നെ ഒരാവശ്യം കണ്ടത് 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തണമെന്നാണ്. മറ്റൊരാവശ്യം കണ്ടത് ആൻറ്റി ഡിഫെക്ഷൻ, അതായത് കൂറുമാറ്റമൊക്കെ നടക്കുന്ന സമയത്ത് അവരെ വർഷങ്ങളോളം അല്ലെങ്കിൽ 20 വർഷത്തോളം അതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുമ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ ഒന്നും ഇവർ അത്ര കണ്ട് ബോധവന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷനാണത്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താ? വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ, സമൂഹത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ആൾക്കാരെ, അവരുടെ സേവനം നമുക്ക് രാജ്യസഭയിൽ ഉപയോഗിക്കാം. അപ്പം ഒരു ജഡ്ജ് റിട്ടയർ ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം രാജ്യസഭയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു ആവശ്യത്തിനെതിരെ നമ്മളൊരു പ്രൊട്ടസ്റ്റ് ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ആവശ്യം ഞാൻ കണ്ടത് മീഡിയ ഹൗസസിനെ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദാനി അംബാനി പോലുള്ളവർ മീഡിയ ഹൗസ് ഓൺ ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും ഒഴിവാക്കണമെന്നാണ്. ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർക്കും ഏത് വ്യവസായം നടത്തുന്നതിനും ഏത് ബിസിനസ്സിൽ ഏർപ്പെടുന്നതിനുമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. ഇപ്പോൾ അദാനി ആണെങ്കിലും അംബാനി ആണെങ്കിലും മറ്റ് കോർപ്പറേറ്റ് ഏജൻസികളാണെങ്കിലും അവർക്കും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ അവരിത് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഓരോ അജണ്ട എടുത്ത് നോക്കിയാലും അതിലെല്ലാം തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് വശങ്ങളുമുണ്ട്, നെഗറ്റീവ് വശങ്ങളുമുണ്ട്. ഇനി ഇതിൽ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ ആശയം അല്ലെങ്കിൽ ഈ അജണ്ട എന്ന് പറയുന്നത് യുവജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ജെന്നിസഡ് എന്ന് പറയുന്ന ജനറേഷനെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, ജോലി കിട്ടണം, ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇതൊക്കെയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. അതുമായിട്ട് ഈ പറഞ്ഞ അജണ്ട എങ്ങനെ കണക്റ്റ് ആവുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാലാണ് എന്താണ് ശരിക്കും ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമെന്ന് മനസ്സിലാകുന്നത്. അപ്പം ഇതിൽ വരാവുന്ന ഒരു ഏറ്റവും ദൂഷ്യവശം എന്ന് പറയുന്നത്, എപ്പോഴാണോ മാസ് ക്യാമ്പയിൻ നടക്കുന്നത് അതിനൊരു നല്ല ലീഡർഷിപ്പ് വേണം, അതിനൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ വേണം. ഇല്ല എങ്കിൽ ഇത്തരം മൂവ്മെൻറ്റിലേക്ക് ആൻറ്റി സോഷ്യലായിട്ടുള്ള എലിമെൻസിന് ഇൻവോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഏതൊരു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും അവർക്ക് എന്താണ് അജണ്ടയെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ മുഖമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിയിലൂടെ വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കുക ഇതിന്. അങ്ങനെ വരുമ്പം ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയില്ല. അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി ഇത്തരം ഒരു ക്യാമ്പയിൻ വന്നാൽ പോലും
അതിനെ മോശം ലെവലിലേക്ക് കൊണ്ടുപോകാനായി, അല്ലെങ്കിൽ അതിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും മറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം മാസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് പെട്ടെന്ന് ആളെ സംഘടിപ്പിക്കുകയും അതിനെ വേറൊരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമത്തിനെതിരാകുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുപോകാനും കഴിയും. അപ്പം എന്താണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ മാറുന്ന കാലയളവ് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ കാലയളവിൽ ഇത്തരം മാസ് മൂവ്മെൻറ്റ്സിന് ഒരു റെസ്ട്രിക്ഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ പറയുമ്പം റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, അത് എല്ലാവർക്കും ഉള്ള അവകാശമാണ്, നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു ഫിസിക്കൽ വേൾഡിലെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിലേക്ക് അതേപോലെ കൊടുക്കണോ വേണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഫിസിക്കൽ വേൾഡിലെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നതിൽ ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും അവരുടെ വെയറബൌട്ട്സും അവരുടെ ഇൻറ്റൻഷനും എല്ലാം ക്ലിയറാണ്. അതിലും ഈ പറഞ്ഞ പോലെ മാസ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഒരുപക്ഷെ പിന്നെ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉൾപ്പെടാം. പക്ഷേ ഓൺലൈനിലേക്ക് വരുമ്പോൾ, ഡിജിറ്റൽ മീഡിയയിലേക്ക് വരുമ്പോൾ മുഖമില്ലാത്ത അല്ലെങ്കിൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഇതിൽ ഭാഗവാക്കാകുന്നത്. അത്തരം ഒരു റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മൈൻഡ് ഇപ്പം നമ്മൾ ഈ പറയുന്ന ജെന്നിസഡ് ആണെങ്കിലും സാധാരണ ജനറേഷൻപ്പെട്ടാണെങ്കിലും മില്ലേനിയൽ ജനറേഷൻപ്പെട്ടവരാണെങ്കിലും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ഇത് കയറി കൂടും. അതിൻ്റെ ശരി തെറ്റുകളെ അറിയാതെ കണ്ട് അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. ഫിസിക്കൽ വേൾഡിൽ നമ്മൾ റിയാക്ട് ചെയ്യാനെടുക്കുന്ന സമയത്തിൻ്റെ 100-1 മതി ഓൺലൈൻ വേൾഡിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ. ആ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന ദൂഷ്യം അതിൻ്റെ അളവനുസരിച്ച് റെഗുലേഷൻസ് മാറേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം മാസ് മൂവ്മെൻറ്റ്സ് സംഘടിപ്പിക്കുന്നത് നല്ലതാണ്, ഒരു കണക്കിന് തെറ്റില്ല. പക്ഷേ അത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്ന രീതിയിൽ റെഗുലേഷൻസ് കൊണ്ടുവന്നേ പറ്റും. അല്ല, ഈ റെഗുലേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന റെഗുലേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ അതല്ലെങ്കിൽ ഈ സൈബർ ഇടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങളുടെയൊക്കെ ആ ഒരു അളവ്, ആ അളവ് അതുപോലെ തന്നെ ഇതിൽ വേണ്ട, ഈ സൈബർ ലോകത്ത് വേണ്ട ഒരു റെസ്ട്രിക്ഷൻ വേണമെന്നാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അത് നടപ്പാക്കാൻ സാധിക്കുക? നിയമം വഴി അത് നടപ്പാക്കാൻ പറ്റുമോ നിലവിലെ സാഹചര്യത്തിൽ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എത്രയാണോ, എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായാൽ അത് സമൂഹത്തിന് ദോഷമാണ്. അവിടെയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ഇതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക്കിനെ ദോഷമായിട്ട് ബാധിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് ക്രൈം അല്ലെങ്കിൽ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നത്, ഈ രീതിയിലൊന്നും നമുക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും നമുക്ക് പരമായ രീതിയിൽ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ തന്നെ എടുക്കാം. ഇതിൽ ഒരാളാണ് ഇതിൻ്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്ന ആളല്ല, അദ്ദേഹം മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന ആളാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും അറിയില്ല. ഏതോ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയോ ആണിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആൾക്ക് പോലും കൂടെ ആരാണ് എന്നറിയില്ല. ഇപ്പം നമ്മളൊരു സംഭവം ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ലീഡറുണ്ട്. ഒരു ഫിസിക്കൽ വേൾഡിലെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവിടെ ഒരു ലീഡറുണ്ട്. ആ ലീഡറിൻ്റെ കൺട്രോളിലാണ് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ വ്യാപ്തി അഥവാ എന്തെങ്കിലും ഇല്ലീഗൽ കാര്യങ്ങൾ നടന്നാൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതെല്ലാം ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഏതോ ഒരാൾ എവിടെയോ ഇരുന്നൊരു പ്രൊട്ടസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, അതിനെ ഏറ്റെടുക്കുന്നത് ആരാണെന്നറിയില്ല. ആരാണെന്നറിയാതെ കണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് കൊടുക്കണം. നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയണ്ടേ ഗവൺമെൻറ്റിന്? ഒരു ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും അറിയേണ്ടതുണ്ട്. അതറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം പ്രൊട്ടസ്റ്റുകളെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അത്തരം പ്രൊട്ടസ്റ്റുകളെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ പല റിപ്പോർട്ടുകളും കണ്ടു, ഇതിലൊക്കെയുള്ള മെമ്പേഴ്സുകൾ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെന്ന്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കും. അപ്പം ആ ലെവലിലേക്ക് ഇത്തരം പ്രൊട്ടസ്റ്റുകളെ അംഗീകരിക്കണോ എന്നുള്ളതാണ് നിയമം വഴി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ടത്. അതിനുള്ള റെഗുലേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഇത് പറയുമ്പോഴും അത്ര എളുപ്പമല്ല. നമുക്കൊരു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണെങ്കിലും റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഇതിനെല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് നമുക്കിതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല.
പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഒരു റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ഫേക്ക് ഐഡൻറ്റിറ്റി ഒഴിവാക്കുക. ഇപ്പോൾ എനിക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യണം, എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് വഴി പ്രൊട്ടസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ അക്കൗണ്ട് വഴി ഞാൻ ആരാണ് എന്ന് വെരിഫൈ ചെയ്ത അക്കൗണ്ട് വഴി ആയിരിക്കണം. മറിച്ച് ഫേക്ക് അക്കൗണ്ടുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതായിരിക്കും, വെല്ലുവിളി ഇതായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കൗണ്ടർ ചെയ്യാം? അതൊരു പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് തന്നെ അത് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അക്കൗണ്ട് ഇനിയും 2-3 കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, സിംഗിൾ അക്കൗണ്ട് പോളിസി അവർക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം ഒരു ആൾക്ക് ഒരു അക്കൗണ്ടേ എടുക്കാൻ കഴിയും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പാൻ കാർഡുണ്ട്, ATM, നമുക്ക് ആധാർ കാർഡുണ്ട്. ഇപ്പം ഈ ആധാർ ബേസ്ഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒരാൾക്ക് ഒരു അക്കൗണ്ടേ പാടുള്ളൂ. ഇപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നു, ഒരു ആധാർ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര നമ്പറുകളുണ്ട്, എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ആധാറിൻ്റെ ബേസിൽ ഒരു അക്കൗണ്ട് മാത്രം കൊടുക്കുക. അതല്ല, ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിനൊരു നമ്പർ കൊടുക്കുക, ഇന്നയാൾ രണ്ടാമത്തെ അക്കൗണ്ട്. ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ വന്നാൽ തന്നെ ഈ പറഞ്ഞ ഫേക്ക് അക്കൗണ്ടുകൾ കണ്ടമാനം കുറയും. ഫേക്ക് അക്കൗണ്ടുകൾ കുറഞ്ഞാൽ ഇത്തരം പ്രൊട്ടസ്റ്റുകൾ പിന്നീട് നടക്കുന്ന ജെനുവിൻ അക്കൗണ്ടിൽ നിന്നായിരിക്കും. അത് ജെനുവിൻ പ്രൊട്ടസ്റ്റും ആയിരിക്കും. അപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടാവുന്നത് ഒഴിവാക്കുകയും ചെയ്യാം, എന്നാൽ ജെനുവിനായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെടാനുള്ളവരുടെ അവകാശം സംരക്ഷിച്ചു കൊടുക്കുകയും ചെയ്യാൻ പറ്റും. റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ റെസ്പോൺസിബിളായ സമൂഹ മാധ്യമത്തിലെ അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ എല്ലാം റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. ഇത് ഒരു രാഷ്ട്രീയ ബോധ്യമില്ലാത്തൊരു സമൂഹമാണ് ജെൻസി എന്നതുകൊണ്ട് ഇതൊരു പ്രതികൂല ഘടകമാണ്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. കൃത്യമായി വോട്ടെടുപ്പിനെ ചെറുപ്പക്കാരെത്തുന്നില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലും ഒരു പ്രശ്നമായി കണ്ടെത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ ബോധ്യമില്ലാത്തൊരു തലമുറ വളർന്നു വരുമ്പോൾ വരുന്നൊരു വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടതായി ഇത് മാറാനുള്ളൊരു സാധ്യതയില്ലേ? അത് നമ്മൾ 2 വശമുണ്ട് അതിനകത്ത്. നമ്മുടെ ഈ ജനറേഷൻ, ജെൻസി ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാവരും രാഷ്ട്രീയ ബോധ്യം ഇല്ല എന്ന് നമുക്കൊരു അഭിപ്രായമില്ല. അതിൽ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അവരെ ഓവർകം ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ വരുമ്പോൾ നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടും. ആരോ ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിനകത്തിൽ പല രീതിയിലുള്ള കമൻറ്റ്സ് വരുന്നു. അത് എത്ര നല്ല പോസ്റ്റ് ആണെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സും ഉണ്ടാവും, പോസിറ്റീവ് കമൻറ്റും ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു സൈഡ് പിടിക്കുന്നവരായി ഈ ജനറേഷൻ മാറിയാൽ അപകടമാണ്. അവർ സ്വയം ചിന്തിക്കുക. ഇപ്പം നമ്മുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആശയം തന്നെ വന്ന സാഹചര്യം, എന്തുകൊണ്ട് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നീട് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തു ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞത്. അത് രാജ്യത്തെ ജെന്നിസഡുമായിട്ട് അതിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പറഞ്ഞതൊരു കോണ്ടെക്സ്റ്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാകില്ല. അവരാ വാചകത്തിനെ മാത്രം എടുക്കും, അല്ലെ അതിൽ ഏതെങ്കിലും ഒരു വാക്കിനെ മാത്രം എടുക്കും. നമ്മളിപ്പോൾ ഏതൊരു ഡിസ്കഷനിലാണെങ്കിലും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഡിസ്കഷൻ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ രാഷ്ട്രീയ ബോധ്യത്തിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ ബോധ്യത്തിനെ നിർണ്ണയിക്കുന്ന ആരാണെന്നുള്ള ഒരു പ്രശ്നം വരും. ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാർ എന്തോ ഒരു നരേറ്റീവ് എഴുതുന്നു, അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നതാണ് അപകടം. അപ്പോൾ ജെൻസി അല്ലെങ്കിൽ ഈ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഫാക്ട്സ് ചെക്ക് ചെയ്യാൻ അവർക്ക് പറ്റണമെന്നില്ല. പക്ഷേ അവർ സ്വയം ഒന്ന് ചിന്തിക്കുക, ഏത് കോണ്ടെക്സ്റ്റിലാണിത് പറഞ്ഞത്. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ട ആളാരാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ മുൻകാല ഇടപെടലുകൾ എന്താണ്, എങ്ങനെയാണ് ഈ സെൻറ്റൻസിലേക്ക് എത്തുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ യാഥാർത്ഥ്യം, അത് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുന്നത് തന്നെ ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. ആ ചിന്ത ഇല്ലാത്തതാണ് അപകടം. ഒരു പോസ്റ്റ് കണ്ടു നേരെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാണ്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് അർത്ഥം മാത്രം വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു ഒരു തരത്തിലൊരു അരാഷ്ട്രീയമായ ചിന്താഗതിയാണ്. ആ ചിന്താഗതി മാറ്റിയാൽ മതി. വരികൾക്കിടയിലൂടെ വായിക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. തീർച്ചയായും. അതാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം ചിന്തിക്കണം.
അത് പഴയ ജനറേഷൻ ആണെങ്കിലും പുതിയ ജനറേഷൻ ആണെങ്കിലും ഒരു നിമിഷം അത് എന്താണ് ആ സ്റ്റേറ്റ്മെൻ്റ് എന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നം അവിടെ തീരും. നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല. നമ്മൾ ചിന്തിക്കാതെ കണ്ട് മറ്റാരോ കണ്ടെത്തിയ അർത്ഥങ്ങൾ, ആ അർത്ഥമാണ് ശരിയെന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നത് ആണ് അരാഷ്ട്രീയം. അത് മാറി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല സൈറ്റുകളുണ്ട്, പല ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, പല ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ ഇതെന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. ആ ഒരു സ്വയം മനസ്സിലാക്കൽ അത് നടത്തുന്നിടത്താണ് രാഷ്ട്രീയം ഇരിക്കുന്നത്. ആ രീതിയിൽ ചിന്തിക്കാൻ ജനറേഷൻ തയ്യാറാവണം.